ഈ നട്ടി ബബിൾ കേക്കിൻ്റെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം അതിനൊരു പരിഹാരമായിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മിക്ക കേക്കിൻ്റെയും മേൽഭാഗം എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയുക ഒലിച്ചിറങ്ങുക ആ ഒരു രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു 1 kg നട്ടിബിൾ കേക്ക് ആട്ടോ. അപ്പോൾ സൈഡിൽ ഞാൻ നട്ട്സും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോപ്പ് ഭാഗം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ വൈറ്റ് ക്രീം എടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ പേരെഴുതാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മളിതാ ഇതുപോലെ തന്നെ ഈ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക, ക്രീം ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അത് നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ച് നമ്മൾ ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് റൗണ്ട് നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ തന്നെയാണോ കിട്ടുന്നതെന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പം കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ക്രീം എടുക്കാൻ. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ടോപ്പിലോട്ട് വെക്കാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ പൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം എന്നിട്ട് നമ്മൾ കുറച്ച് വലുതായിട്ടല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്, എന്നിട്ട് ബാക്കിയുള്ള സൈഡിലൊക്കെ കുറച്ച് ചെറിയ ഡോട്ട്സ് ആയിട്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ടോപ്പിലൂടെ ഇതിട്ട് കൊടുക്കുന്ന ടൈമിൽ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, വലുതും ചെറുതുമായിട്ടുള്ള ഡോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ടും ചെറുതായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സെൻട്രലായിട്ട് പേരെഴുതേണ്ടത് കൊണ്ട് തന്നെ ഞാനൊരു ഒരു അടപ്പ് വെച്ചിട്ട് അത്രയും ഭാഗം ഞാൻ ഇവിടെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ടോപ്പിലായിട്ട് നമ്മൾ ഇടുന്നത് നമ്മുടെ സീക്രട്ടായിട്ടുള്ള സംഭവമാണ്, നമ്മുടെ ബൂസ്റ്റ് ആട്ടോ. അത് നമ്മൾ നട്ടി ബബിളിൻ്റെ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബൂസ്റ്റ് തന്നെയാണ്. അപ്പം ടോപ്പിൽ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ തന്നെ അരിച്ച് ടോപ്പിലൂടെ ഇടണം. കാര്യം നമുക്ക് ഈ ബൂസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് കുറേ തരിയും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അരിച്ചിടുന്ന ടൈമിൽ കറക്റ്റ് ആ ഒരു സീവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത്രത്തോളം പൊടിയായിരിക്കും അതിൽ താഴോട്ട് വീഴുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അരിച്ച് തന്നെ എടുക്കണം. അല്ലാതെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കട്ടകളായിട്ടൊക്കെ ആയിരിക്കും അതിലോട്ട് വീഴുന്നത്, ബൂസ്റ്റ് വീഴുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അരിച്ചിടാൻ വേണ്ടി പറയുന്നത്. അപ്പം അത്രയും ഭാഗം അരിച്ചിട്ടിട്ട് നമ്മൾ ഈ ഭാഗം അത് നമ്മുടെ അടപ്പെടുത്ത് മാറ്റുമ്പോഴത്തേന് നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ സെൻട്രലായിട്ടാട്ടോ പേരെഴുതി കൊടുക്കുന്നത്. എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെഴുതുന്ന വീഡിയോ ഞാൻ ഇതിനൊപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഓണായിരുന്നു, പക്ഷേ അത് എന്താ പറയുക മെമ്മറി ഫുള്ളായതുകൊണ്ട് തന്നെ സ്റ്റോറേജിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെൻട്രലായിട്ട് പേരെല്ലാം എഴുതി കൊടുത്തു. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.